ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OVH ഡെഡിക്കേറ്റഡ് സെർവറിൻ്റെ റൂട്ട് പാസ്വേഡ് എങ്ങനെയാണ് റിസെറ്റ് ചെയ്യാന്ന് നോക്കാം. അതിനായിട്ട് OVHൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഡെഡിക്കേറ്റഡ് സെർവർ സെക്ഷനിൽ നമ്മുടെ സെർവർ ചൂസ് ചെയ്യുക. പിന്നെ ബൂട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. ബൂട്ട് ഇൻ റെസ്ക്യൂ മോഡ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ ഉണ്ട്, SSH കീ ഉണ്ട്. പാസ്വേഡ് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലോട്ട് പാസ്വേഡ് വരും. ഞാനിവിടെ SSH കീ യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് അടിച്ച് കൺഫേം ചെയ്യാം. അതിനുശേഷം സ്റ്റാറ്റസിൽ പോയിട്ട് റീസ്റ്റാർട്ട് കൊടുക്കണം സെർവർ. കൺഫേം കൊടുക്കുക. സെർവറിൻ്റെ IP നമ്മൾ ജസ്റ്റ് പിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സെർവർ റീസ്റ്റാർട്ടായി വരുമ്പോൾ. പിങ് ഇപ്പോൾ കട്ടായിട്ടുണ്ട്. ഇപ്പോൾ സെർവർ റീസ്റ്റാർട്ടായി. ഇനി പിങ് വന്നു തുടങ്ങുമ്പോൾ സെർവർ അപ്പായിട്ടുണ്ടാവും. സെർവർ വീണ്ടും പിങ് കിട്ടി, അപ്പോൾ അപ്പായി എന്നർത്ഥം. ഇനി നമ്മൾ സെറ്റ് ചെയ്ത SSH കീ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇവിടെ സെർവറിൻ്റെ ഹാർഡ് ഡിസ്ക് നമ്മളിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. രണ്ട് ഹാർഡ് ഡിസ്ക് 480 GB രണ്ട് ഹാർഡ് ഡിസ്ക് ആണ് RAID ആയിട്ടാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൗണ്ട് ചെയ്യുമ്പോഴും അത് നമുക്ക് ഓർമ്മ വേണം. ഇപ്പോൾ സെർവർ റെസ്ക്യൂ മോഡിൽ മൗണ്ട് ആയിട്ടുണ്ട്, ലോഡായിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സിസ്റ്റിംഗ് ഹാർഡ് ഡിസ്ക് നമുക്ക് മൗണ്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കമാൻഡ് യൂസ് ചെയ്താൽ മതി. പാർട്ടഡ് -L. അപ്പോൾ ഇതിൽ കാണിക്കും ഈ SDAയും SDBയും രണ്ട് ഹാർഡ് ഡിസ്കുകളാണ്. അത് MD1 എന്നുള്ള RAIDലേക്ക് കോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൗണ്ട് ചെയ്യേണ്ടത് MD2 ആണ്. മൗണ്ട് ചെയ്യാനുള്ള കമാൻഡ് div MD2 MNT എന്ന് പറയുന്ന ഫോൾഡറിലോട്ടാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ LS അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് MNTയിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റ എല്ലാം കാണാൻ പറ്റും.
ഹാർഡ് ഡിസ്ക് മൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡാറ്റയുള്ള ഹാർഡ് ഡിസ്കിനെ റൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള കമാൻഡാണ് chroot_mnt. ഇപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് റൂട്ടിൽ ആയിട്ട് മൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്വേഡ് ഇവിടെ റിസെറ്റ് ചെയ്യാം. പാസ്വേഡ് നമ്മുടെ കമാൻഡ് ഉപയോഗിച്ചിട്ട് പാസ്വേഡ് പുതിയ പാസ്വേഡ് ഈ പാസ്വേഡാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് SSHൻ്റെ ഫയൽ എടുത്ത് അതിൽ എന്തെങ്കിലും പെർമിഷൻ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ പെർമിറ്റ് റൂട്ട് ലോഗിൻ എനേബിൾ ആയി എടുക്കണം, വർക്കിംഗ് ആണ്. പിന്നെ പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ, പബ്ലിക് കീ ഓതൻറ്റിക്കേഷനും പാസ്വേഡ് ഓതൻറ്റിക്കേഷനും അൺകമൻറ്റ് ചെയ്തിടണം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ സർവീസ് SSHD റീസ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സിസ്റ്റം നോർമൽ മോഡിൽ റീബൂട്ട് ചെയ്യണം. പിന്നെ റീബൂട്ട് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുക. ലോഗിൻ ആയതിനു ശേഷം റീസ്റ്റാർട്ട് ആയതിനു ശേഷം നമുക്ക് പുതിയ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. വീണ്ടും ഇവിടെ ബൂട്ടിൻ്റെ ഓർഡർ നമ്മൾ നോർമൽ ഹാർഡ് ഡിസ്കിലേക്ക് ചേഞ്ച് ചെയ്യണം. ബൂട്ട് ഫ്രം ദ ഹാർഡ് ഡിസ്ക്, നെക്സ്റ്റ് കൺഫേം. അതിനുശേഷം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്കിലേക്ക് സെർവർ ബൂട്ടായി വരുള്ളൂ. അതിന് നമ്മൾ സ്റ്റാറ്റസിൽ പോയിട്ട് റീസ്റ്റാർട്ട് എന്നുള്ളത് കൺഫേം കൊടുക്കുക. സെർവറിൻ്റെ IP പിങ് ഇട്ടിട്ടുണ്ട്, അത് കട്ടായി വീണ്ടും അപ്പായി വരുന്നതായിരിക്കും. പിങ് ഡൗൺ ആയിട്ടുണ്ട്, റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്, ഇനി അപ്പായി വരും. സെർവർ അപ്പായി. ഇനി നമുക്ക് പുതിയ റൂട്ട് പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ SSH കീ ഉപയോഗിച്ചിട്ടോ നമുക്ക് സെർവറിലോട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പാസ്വേഡ് റിസെറ്റ് സക്സസ് ആയി.